അതിനിടെ അതൃപ്തി തുറന്നു പറഞ്ഞ് കെ.സി. വേണുഗോപാൽ പക്ഷത്തെ നേതാക്കൾ രംഗത്തു വന്നു. കെ.സി. വേണുഗോപാലിനെതിരെ സംഘടിത ആക്രമണം നടക്കുന്നെന്നും വി.ഡി. സതീശൻ ഇക്കാര്യങ്ങളെ തള്ളിപ്പറയണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. കെ.സി. വേണുഗോപാൽ ഇപ്പോൾ ഇരിക്കുന്ന സ്ഥാനം എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് എല്ലാം തുറന്നു പറയാൻ കഴിയത്തില്ല. നിങ്ങൾ മാധ്യമങ്ങളോട് തന്നെ ഫ്രണ്ട്ലി ആകാൻ പലപ്പോഴും കഴിയത്തില്ല. കാരണം ഇന്ത്യയിലെ കോൺഗ്രസിൻ്റെ എല്ലാ രഹസ്യങ്ങളും സൂക്ഷിക്കുന്ന മനുഷ്യനാണ് ശ്രീ കെ.സി. വേണുഗോപാൽ. അപ്പോൾ അദ്ദേഹത്തിന് ആ പരിമിതിയുണ്ട്. പക്ഷേ അദ്ദേഹം കേരളത്തിൽ നിറഞ്ഞു നിന്ന ആളാണ്. ഇപ്പോൾ എന്താ കണ്ടേക്കുന്നത്? ആലപ്പുഴ MP ആയ കെ.സി. വേണുഗോപാൽ ഉപഗ്രഹത്തിൽ നിന്ന് കെട്ടിയിറക്കിയ ആളാണെന്ന് ഇവിടെ ഒരു പ്രതീതി ഉണ്ടാക്കിയില്ലേ? പ്രചാരം സംഘടിപ്പിച്ചില്ലേ? നറേറ്റീവ് സൃഷ്ടിച്ചില്ലേ? ആരാണ് എൻ്റെ പിന്നിൽ? ആരാണ് എൻ്റെ പിന്നണിയിൽ പ്രവർത്തിച്ചത്? അത് കണ്ടെത്തണം. MLA-മാരുടെ തീരുമാനത്തിന് വിരുദ്ധമായൊരു തീരുമാനം ഉണ്ടായി ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. പക്ഷേ ഞങ്ങൾ തീരുമാനത്തെ അംഗീകരിക്കുന്നു. കാരണം പാർട്ടി ഈസ് എബോവ് ആൾ, ഹൈക്കമാൻഡ് ഈസ് എബോവ് ആൾ. ഈ മൂന്ന് നേതാക്കന്മാരിൽ കെ.സി. വേണുഗോപാലും രമേശ് ചെന്നിത്തലയും വളരെ വ്യക്തിപരമായി ആക്ഷേപിക്കുന്ന രീതിയിൽ നവമാധ്യമങ്ങളിലും അതുപോലെ ഒരു ഭാഗം മാധ്യമങ്ങളിലും കഴിഞ്ഞ ഒരു മാസക്കാലമായി വലിയ ദുഷ്പ്രചാരണം നടക്കുകയാണ്. അതിൻ്റെ പിന്നിൽ വലിയ ഒരു PR വർക്കുണ്ട്. അതിൻ്റെ പിന്നിൽ ബോധപൂർവമായി കേരളീയ സമൂഹത്തിൻ്റെ ചിന്തകളെ മാറ്റുന്ന നിലയിൽ ഇവരുടെയെല്ലാം മുൻകാല പ്രവർത്തനങ്ങൾക്ക് ഒരു വിലയും കൽപ്പിക്കാത്ത നിലയിലേക്കുള്ള ഒരു വലിയ കുപ്രചരണം നടത്തിയിട്ടുണ്ട്. അത് ഞങ്ങളെ പോലെയുള്ള MLA-മാർക്കും പാർട്ടിയുടെ നേതൃത്വ തലത്തിൽ നിൽക്കുന്ന ആളുകൾക്കും വലിയ പ്രതിഷേധവും അമർഷവും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിനിടെ കൂടുതൽ MLA-മാരുടെ പിന്തുണ കെ.സി. വേണുഗോപാലിനായിരുന്നുവെന്ന് AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി പറഞ്ഞു. എല്ലാ ഘടകങ്ങളും പരിശോധിച്ചാണ് തീരുമാനമെടുത്തതെന്നും ദീപാദാസ് മുൻഷിയുടെ പ്രതികരണം. Can you confirm that K.C. Venugopal has got the maximum support in the CLP? Among the MLAs? Yeah. Yes. Yes, one more thing. അതിനിടെ രാഹുൽ ഗാന്ധിയുമായി കെ.സി. വേണുഗോപാൽ വീണ്ടും ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. വിവരങ്ങളുമായി ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന് അലക്സ് റാം മുഹമ്മദും ഡൽഹിയിൽ നിന്ന് വിനീത VG-യും. ആദ്യം അലക്സ് റാം മുഹമ്മദിലേക്ക്. അലക്സ് റാം മുഹമ്മദ്, കെ.സി. വേണുഗോപാൽ പക്ഷത്തെ പുതിയ MLA-മാരൊക്കെ അതൃപ്തി പരസ്യമാക്കി തന്നെ രംഗത്ത് വരികയാണ്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ദിലീപ് കുമാർ, നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ നേതൃത്വത്തിലെ സർക്കാരിന്റെ മുന്നോട്ട് പോക്ക് എങ്ങനെയാകും എന്നുള്ളതിന്റെ സൂചന തന്നെ ആദ്യ ദിവസം, അതായത് മുഖ്യമന്ത്രിയെ അദ്ദേഹത്തെ ഹൈക്കമാൻഡ് തീരുമാനിക്കുന്ന പ്രഖ്യാപനം വന്ന ദിവസം തന്നെ അതിന്റെ സൂചനകൾ പുറത്തു വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രണ്ട് പ്രധാനപ്പെട്ട KPCC ജനറൽ സെക്രട്ടറിമാർ, ഒപ്പം കെ.സി. വേണുഗോപാൽ വിഭാഗത്തിലെ പ്രബലന്മാരായ രണ്ട് നിയുക്ത MLA-മാർ, ഒന്ന് റാന്നി MLA, മറ്റൊന്ന് ചടയമംഗലം MLA, ഈ രണ്ട് MLA-മാരും ഇപ്പോൾ വി.ഡി. സതീശൻ പക്ഷത്തിനെതിരെ ആഞ്ഞടിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈ കഴിഞ്ഞ ക്യാമ്പയിൻ കാലയളവിൽ, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് വിധി വന്നതിന് ശേഷം മുഖ്യമന്ത്രി ചർച്ച പുരോഗമിക്കുന്ന ഘട്ടത്തിലെല്ലാം അങ്ങേയറ്റം അപമാനിക്കുകയായിരുന്നു കെ.സി. വേണുഗോപാലിനെയും രമേശ് ചെന്നിത്തലയും എന്നുള്ളതാണ് അവർ പറയുന്നത്. അതായത് അവരുടെ രാഷ്ട്രീയ പാരമ്പര്യം പൂർണ്ണമായി റദ്ദു ചെയ്തുകൊണ്ട് അവരെ നൂലിൽ കെട്ടിയിറക്കിയ നേതാക്കന്മാരായി ചിത്രീകരിക്കുകയായിരുന്നു. അതിന് കൃത്യമായി തന്നെ PR വർക്ക് അവർക്കെതിരായി നടന്നു. അതിൽ സംഘടിതമായി കേന്ദ്രീകൃതമായ ആക്രമണമാണ് അവർക്കെതിരെ നടന്നത്. ഈ വ്യാജ പ്രചാരണത്തിൽ ഘടകകക്ഷികളും വീണുപോയി. അവർ പോലും അതിൽ സ്വാധീനിക്കപ്പെടുന്ന സാഹചര്യമുണ്ടായി. അത്തരത്തിൽ അവരുടെ എല്ലാവിധ ത്യാഗങ്ങളും അവരുടെ രാഷ്ട്രീയ പാരമ്പര്യം മുഴുവൻ റദ്ദു ചെയ്യുന്ന തരത്തിലുള്ള ഇടപെടലാണ് ഉണ്ടായത്. ആ നേതാക്കളെ വ്യക്തിഹത്യ നടത്തുന്ന സാഹചര്യമുണ്ടായി. അതിൽ കൃത്യമായ അന്വേഷണം നടത്തണം നിലവിൽ തെരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രി വി.ഡി. സതീശൻ എന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. അതിൽ അവർ കെ.സി. വേണുഗോപാൽ വിഭാഗത്തിനാണ് ഈ MLA-മാരിൽ ഭൂരിപക്ഷമെങ്കിലും അവർ ഹൈക്കമാൻഡിന്റെ തീരുമാനത്തെ സ്വാഗതം ചെയ്യുന്നു, അത് അംഗീകരിക്കുന്നു. പക്ഷേ നിലവിൽ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട നേതാക്കൾ, അത് രാഷ്ട്രീയം പരിചയിച്ചു വന്ന, രാഷ്ട്രീയ പ്രവർത്തനം നടത്തി വന്ന, വിവിധ മേഖലകളിൽ അവർ തിരഞ്ഞെടുക്കപ്പെട്ട്, ഒപ്പം സംഘടനയിൽ തിരഞ്ഞെടുക്കപ്പെട്ട, ഒപ്പം പാർലമെന്റിലൊക്കെ തിരഞ്ഞെടുക്കപ്പെട്ടു വന്ന നേതാക്കളെ അങ്ങേയറ്റം അപമാനിക്കുന്ന തരത്തിൽ, അവരെ വ്യക്തിഹത്യ നടത്തുന്ന തരത്തിൽ, അവരെ താറടിക്കുന്ന തരത്തിലുള്ള പ്രചാരണമാണ്, PR വർക്കാണ്, സംഘടിതമായ പ്രചാരണമാണ് നടന്നതെന്നാണ് അവർ പറയുന്നത്. അതിൽ അന്വേഷണം വേണമെന്ന് അവർ പറഞ്ഞു വെക്കുന്നു. ഒപ്പം മുന്നോട്ട് പോക്ക് എങ്ങനെയാകും, ഈ MLA-മാരെയും കൊണ്ടുള്ള മുന്നോട്ട് പോക്ക് എങ്ങനെയാകും എന്നുള്ളതിന് സൂചനയായി കൂടി ഇതിനെ വ്യാഖ്യാനിക്കാം, വായിക്കാം. ദിലീപ് കുമാർ. വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന് അലക്സ് റാം മുഹമ്മദ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.